നമസ്കാരം. നമ്മുടെ നാട്ടിൽ ക്ഷേത്ര പരിസരങ്ങളിലും പഴയ വീടുകളുടെ മുറ്റത്തുമൊക്കെ ഒരു കാലത്ത് സ്ഥിരമായി കണ്ടിരുന്ന മരമാണ് അശോകം. മനോഹരമായ ഓറഞ്ച് ചുവപ്പ് പൂക്കൾ കൊണ്ട് കണ്ണിന് കുളിർമ നൽകുന്ന ഈ വൃക്ഷം ഭംഗിക്കായി മാത്രമല്ല, ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും അശോകത്തിൻ്റെ തൊലിയും മറ്റു ഭാഗങ്ങളും വർഷങ്ങളായി ആയുർവേദ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾ മുതൽ ഗർഭാശയ ആരോഗ്യം വരെ പല മേഖലകളിലും ഇതിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് പരമ്പരാഗത വൈദ്യശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അശോകത്തെക്കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ, ഏത് രോഗങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്, വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൃത്യമായി നോക്കാം. അശോകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശോകമില്ലാത്തത്, അതായത് ദുഃഖം അകറ്റുന്നത് എന്നാണ്. രാമായണത്തിൽ സീതാദേവി കഴിഞ്ഞിരുന്നത് അശോകവനത്തിലാണ് എന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിലും ആയുർവേദത്തിലും ഈ വൃക്ഷത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇന്ത്യൻ ക്ഷേത്രങ്ങളിലും പുരാതന ഭവന പരിസരങ്ങളിലും അശോകം നട്ടുവളർത്തിയിരുന്നതായി ചരിത്രപരമായ രേഖകൾ സൂചിപ്പിക്കുന്നു. മനോഹരമായ പൂക്കൾ, തണലേകുന്ന ശാഖകൾ, അപൂർവ ഔഷധ ഗുണങ്ങൾ എന്നിവ കാരണം ഈ വൃക്ഷം മംഗളത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടു. ആയുർവേദത്തിൽ ഔഷധവൃക്ഷമായി അറിയപ്പെടുന്നതുപോലെ വാസ്തുശാസ്ത്രത്തിലും മംഗളസൂചകമായ ഒരു വൃക്ഷമായാണ് ഇതിനെ കാണുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം വീട്ടുവളപ്പിൽ അശോകം നട്ടുവളർത്തുന്നത് വളരെ ശുഭകരമാണ്. ഈ വൃക്ഷം വീടിന് ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്നും കുടുംബാംഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുമെന്നുമാണ് പരമ്പരാഗത വിശ്വാസം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങൾ നോക്കാം. ഭാവപ്രകാശ നിഘണ്ടുവിൽ അശോകത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അശോക ശീതലസ്തിക്തോ ഗ്രാഹീ വർണ്യ കഷായക ദോഷാപചി തൃഷ്ണാദാഹ കൃമിശോഷ് വിഷാസ്ത്രജിത്. ഈ ഒറ്റ ശ്ലോകത്തിൽ തന്നെ അശോകത്തിൻ്റെ പ്രധാന ഔഷധ ഗുണങ്ങൾ മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. ഈ ശ്ലോകം ഓരോ വാക്കായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി അശോക, ഇവിടെ പറയുന്നത് അശോകം എന്ന ഔഷധവൃക്ഷത്തെക്കുറിച്ചാണ്. രണ്ടാമതായി ശീതള, അശോകത്തിന് ശീതവീര്യമുണ്ട്, അതായത് ശരീരത്തിലെ അമിതമായ ചൂടും പിത്തദോഷവും ശമിപ്പിക്കുന്ന സ്വഭാവം. പിത്തം വർദ്ധിച്ചുണ്ടാകുന്ന ദാഹം, അമിത രക്തസ്രാവം തുടങ്ങിയ അവസ്ഥകളിൽ ഇതിൻ്റെ ഈ ഗുണമാണ് പ്രയോജനപ്പെടുന്നത്. രണ്ടാമതായി തിക്ത എന്ന് പറയുന്നു. തിക്തം എന്നത് കയ്പ് രസമാണ്. കയ്പ് രസമുള്ള ഔഷധങ്ങൾ ശരീരത്തിലെ ദുഷ്ടദോഷങ്ങളെ ശമിപ്പിക്കാനും കൃമികളെ നിയന്ത്രിക്കാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കുമെന്ന് ആയുർവേദം പറയുന്നു. അടുത്തതായി ഗ്രാഹി എന്ന് പറയുന്നു. ഗ്രാഹി എന്നത് അമിതമായ സ്രാവങ്ങളെ നിയന്ത്രിക്കുന്ന ഗുണമാണ്. ശരീരത്തിൽ അനാവശ്യമായി ഉണ്ടാകുന്ന ദ്രവസ്രാവങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ അമിത ആർത്തവ രക്തസ്രാവം, വെള്ളപ്പോക്ക് പോലുള്ള അവസ്ഥകളിൽ അശോകം പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നു. അടുത്തതായി വർണ്യ എന്ന് പറയുന്നു. വർണ്യ എന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഗുണമാണ്. രക്തത്തിൻ്റെ ശുദ്ധി നിലനിർത്തി ചർമ്മത്തിൻ്റെ ഭംഗി മെച്ചപ്പെടുത്തുന്ന ഔഷധങ്ങളെയാണ് ആയുർവേദത്തിൽ വർണ്യദ്രവ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അശോകം അത്തരത്തിലുള്ള ഒരു ഔഷധമാണ്. അടുത്തതായി കഷായക എന്ന് പറയുന്നു. കഷായരസം അഥവാ ചവർപ്പുരുചിയാണ് അശോകത്തിൻ്റെ പ്രധാന രസം. കഷായരസത്തിന് സ്തംഭന ശക്തിയുണ്ട്. അതുകൊണ്ടാണ് രക്തസ്രാവം നിയന്ത്രിക്കുന്നതിലും മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നതിലും അശോകം പ്രാധാന്യം നേടുന്നത്. ഇനി ശ്ലോകത്തിൻ്റെ രണ്ടാം വരി നോക്കാം. ആദ്യം പറയുന്ന ദോഷാപചി, ഇവിടെ അപചി എന്ന രോഗാവസ്ഥയെ ശമിപ്പിക്കുന്ന ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴുത്തിലോ ശരീരത്തിലെ ഗ്രന്ഥികളിലോ ഉണ്ടാകുന്ന ചില വീക്കങ്ങളുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾക്ക്
ആയുർവേദത്തിൽ അപചി എന്നാണ് പറയുന്നത്. അശോകം അതിൽ പ്രയോജനപ്പെടുന്ന ഔഷധങ്ങളിലൊന്നായി ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നു. അടുത്തതായി തൃഷ്ണ. തൃഷ്ണ എന്നത് അമിതദാഹം. ശരീരത്തിലെ പിത്തദോഷം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ദാഹം കുറയ്ക്കാൻ അശോകത്തിൻ്റെ ശീത സ്വഭാവം സഹായിക്കുന്നു. അടുത്തതായി ദാഹ. ദാഹം എന്നത് ശരീരത്തിനുള്ളിലെ അമിതമായ ചൂടും എരിച്ചിലും. പിത്തപ്രകോപം മൂലമുണ്ടാകുന്ന ഈ അവസ്ഥകളെ ശമിപ്പിക്കുന്ന ഗുണവും അശോകത്തിനുണ്ട്. അടുത്തതായി കൃമി. കൃമി എന്നത് ശരീരത്തിലുണ്ടാകുന്ന വിവിധതരം കൃമികളെയും സൂക്ഷ്മജീവികളെയും സൂചിപ്പിക്കുന്നു. തിക്തവും കഷായവുമായ രസങ്ങളുടെ സ്വഭാവം കാരണം അശോകത്തിന് കൃമികളെ നിയന്ത്രിക്കുന്ന ഗുണമുണ്ടെന്ന് ആയുർവേദം വിവരിക്കുന്നു. അടുത്തതായി ശോഷ. ശോഷം എന്നത് ശരീരധാതുക്കളുടെ അമിതക്ഷയവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളെ സൂചിപ്പിക്കുന്ന പദമാണ്. ഈ സാഹചര്യങ്ങളിൽ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് അശോകം ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. അടുത്തതായി വിഷാസ്ത്രജിത്ത്. വിഷ എന്നത് വിഷബാധയെയും ശരീരത്തിലെ ദുഷ്ടവിഷാംശങ്ങളെയും സൂചിപ്പിക്കുന്നു. ജിത്ത് എന്നാൽ ജയിക്കുന്നവൻ, അതായത് വിഷബാധകളെയും വിഷസ്വഭാവമുള്ള ദോഷങ്ങളെയും ശമിപ്പിക്കുന്ന വിഷഗ്ന ഗുണം അശോകത്തിനുണ്ടെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ അശോകത്തിൻ്റെ പ്രധാന ഔഷധ ഗുണങ്ങൾ സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുന്നു. ശീതവീര്യം, തിക്തകഷായരസം, ഗ്രാഹിഗുണം, വർണ്ണ്യഗുണം, വിഷഗ്ന സ്വഭാവം, ദാഹശമനശക്തി, കൃമിഗ്നപ്രവർത്തനം, അപജിഹരഗുണം എന്നിവയാണ് അശോകത്തെ ആയുർവേദത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഔഷധസസ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അശോകാരിഷ്ടം, അശോകഘൃതം തുടങ്ങിയ പ്രശസ്തമായ ക്ലാസിക്കൽ ആയുർവേദ ഔഷധങ്ങളിൽ അശോകം പ്രധാന ദ്രവ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പൂർവികർ അശോകത്തെ ഒരു ഔഷധവൃക്ഷം എന്ന നിലയിൽ മാത്രമല്ല, ദൈനംദിന ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായും കണ്ടിരുന്നു. ചില പ്രദേശങ്ങളിലെ പാരമ്പര്യത്തിൽ അശോകപ്പൂവ് അരച്ച് അരിമാവിൽ ചേർത്ത് അപ്പം പോലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കഴിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ചർമ്മകാന്തിക്കും ഗുണകരമാണെന്നാണ് വിശ്വാസം. അശോകത്തെ ആയുർവേദം വർണ്ണ്യ ദ്രവ്യമായി വിശേഷിപ്പിക്കുന്നതിനാലാണ് ഈ പ്രയോഗം രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. അതുപോലെ നാട്ടുവൈദ്യ പാരമ്പര്യത്തിൽ കുട്ടികളിലെ ചില ചർമ്മപ്രശ്നങ്ങൾ വരാതിരിക്കാനോ കുറയ്ക്കാനോ അശോകപ്പൂവ് ചേർത്ത ഭക്ഷണങ്ങൾ നൽകുന്ന പതിവും ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. മറ്റൊരു മികച്ച വിഭവം അശോകപ്പൂവ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചമ്മന്തിയാണ്. വായപ്പുണ്ണ്, നെഞ്ചെരിച്ചിൽ, അമിത അമ്ലത അഥവാ ആസിഡിറ്റി തുടങ്ങിയ അസ്വസ്ഥതകളുള്ളപ്പോൾ ഈ ചമ്മന്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അശോകത്തിനുള്ള പങ്കും വലുതാണ്. ചർമ്മത്തിൻ്റെ സ്വാഭാവിക തിളക്കവും ആരോഗ്യവും നിലനിർത്താൻ അശോകപ്പൂവ് ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകൾ, അശോകം ചേർത്ത എണ്ണകൾ എന്നിവ പാരമ്പര്യമായി ഉപയോഗിച്ചു പോരുന്നു. കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന ചൊറി, ചിരങ്ങ്, കരപ്പൻ, ഫംഗൽ അണുബാധകൾ എന്നിവയ്ക്കും ഇത് വളരെ നല്ലതാണ്. അതുപോലെ മുറിവുകളും വിട്ടുമാറാത്ത വ്രണങ്ങളും കഴുകാൻ അശോകപ്പട്ട കഷായം ഉപയോഗിക്കുന്ന രീതിയും മരപ്പട്ട അരച്ച് പുറമെ പുരട്ടുന്ന രീതിയും നാട്ടറിവുകളിൽ കാണാം. ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് അശോകത്തിൻ്റെ അപാരമായ ഗുണങ്ങളിൽ ചിലത് മാത്രമാണ്. അശോകത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം നടത്തിയ പ്രധാന കണ്ടെത്തലുകൾ, അതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ, അശോകം പ്രധാന ചേരുവയായി വരുന്ന ആയുർവേദ ഔഷധങ്ങൾ, വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ലളിതമായ ഒറ്റമൂലികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ബ്ലോഗിൽ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് വായിക്കാൻ താല്പര്യമുള്ളവർക്കായി ബ്ലോഗിൻ്റെ ലിങ്ക് താഴെ ആദ്യത്തെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. ഇനി ലിങ്ക് കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ബ്ലോഗ് ലിങ്ക് നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജായി അയച്ചു തരുന്നതായിരിക്കും. നന്ദി.